1920 സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകൃതമായി കൃത്യം 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഒക്ടോബർ 20 VS എന്ന വിപ്ലവ സൂര്യന്റെ ജനനം. ഒക്ടോബർ 20 അങ്ങനെ യാദൃച്ഛികമായെങ്കിലും ഒരേ കലണ്ടറിലെ 2 ചരിത്രങ്ങളുടെ ജനന തീയതികളായി, ഒരേ ചരിത്രത്തിൽ നിന്ന് തന്നെ വിടർന്നു വന്ന മറ്റൊരു ജീവചരിത്രവുമായി. 1938 VS അച്യുതാനന്ദൻ എന്ന 15-കാരൻ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നത്. അച്ഛനും അമ്മയും മരിച്ച് 7ാം തരത്തിലെ പഠനം നിലച്ച് ജീവിക്കാനായി കയറു വിരിക്കാൻ പോകേണ്ടി വന്ന ആ അനാഥബാലൻ തൊഴിലിന്റെ ശക്തിയെയും മഹത്വത്തെയും ജീവിതം കൊണ്ട് പിരിച്ചെഴുതിയാണ് കയറുവിരിക്കുന്ന തൊഴിലാളികളുടെ ആ ഉജ്ജ്വല സമരചരിത്രത്തിന്റെ ഭാഗമായി. സഖാവ് പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും നേതാവായിരുന്നു. 1940 തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിത്തുടങ്ങിയിരുന്ന കാലത്ത് തന്നെയായിരുന്നു സഖാവ് കൃഷ്ണപിള്ളയിൽ നിന്ന് VS നേരിട്ട് പാർട്ടി അംഗത്വം കൈപ്പറ്റിയത്. 1946 ആലപ്പുഴയിലെയും വയലാറിലെയും പുന്നപ്രയിലെയും സ്വാതന്ത്ര്യദാഹികളായ ജനത സർസിപ്പിയുടെ വർദ്ധകവാഴ്ചക്കെതിരെ ചടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ ആ സായുധ പോരാട്ടത്തിലെ ഒരു സമരഭടൻ കൂടിയായിരുന്നു VS. അക്കാലത്ത് തിരുവിതാംകൂർ പാർട്ടി സെക്രട്ടറി KV പത്രോസ് VS നൽകിയ പാർട്ടി ചുമതല സമരസഖാക്കളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കുക എന്നതുകൂടിയായിരുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള VSന്റെ പ്രസംഗ ശൈലി മുഴങ്ങി തുടങ്ങിയത് അക്കാലത്തെ സമരനിലങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദൻ നടത്തിയ പ്രഖ്യാപനം നടന്നിട്ടില്ല കാലമിത്രയായിട്ടും എന്ന് കളിയാക്കുന്നവരോട് സുഹൃത്തുക്കളെ കാത്തിരിക്കൂ. ദിവാൻ ഭരണത്തിനെതിരെ പുന്നപ്ര വയലാറിനെ സർസിപ്പി യന്ത്രത്തോക്കുകൊണ്ട് ചോരയിൽ അവസാനിപ്പിച്ചെങ്കിലും അവസാനിക്കാത്ത അതിന്റെ അലകൾ ആളിപ്പടർന്നാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമായതും ഇവിടെ ഐക്യ കേരളം തന്നെ സംഭവിച്ചത്. പുന്നപ്ര വയലാറിന്റെ ചുടുമണലിൽ ചവിട്ടി നടന്നൊരു സമരനായകന് പിന്നെ എവിടെ കാലുപോളാനാണ്? പുന്നപ്ര വയലാറിന്റെ പിൽക്കാലത്തും സഹനങ്ങളുടെ പാതയിൽ ഗോപുരം പോലെ VS കേരള രാഷ്ട്രീയത്തിൽ തലയുയർത്തിയിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിനും കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിനു മുമ്പേ VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലെത്തിയിരുന്നു. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അന്നത്തെ പാർട്ടി സംസ്ഥാന സമിതിയിൽ അംഗമായിരുന്ന 9 പേരിൽ ഒരാളായിരുന്നു സഖാവ് VS. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന് CPIM എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയ 32 നേതാക്കളിൽ അവശേഷിച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായിരുന്നു VS. പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും വലിയ രാഷ്ട്രീയ ഇടിമുഴക്കങ്ങൾ സംഭവിച്ച ഒരു വ്യാഴവട്ടക്കാലം, അതായത് 1980 തൊട്ട് 92 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു VS. 4 നൂറ്റാണ്ടുകാലം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS അവസാന കാലത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള പ്രത്യേക ക്ഷണിതാവുമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1 നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ഏതാണ്ട് മറ്റൊരു വിപ്ലവ നൂറ്റാണ്ടുകൂടി പൂർണ്ണമാവുകയാണ് ഇവിടെ VS എന്ന വിസ്മയ ജീവിതം.